സിനിമാ രംഗത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് വേണ്ടി ഇതുവരെ ചിലവഴിച്ചത് 1 കോടിയിലധികം രൂപ. 2017 നിലവിൽ വന്ന കമ്മിറ്റി 2019 റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷമാണ് ജസ്റ്റിസ് കെ ഹേമ, നടി ശാരദ, റിട്ടയേർഡ് IAS KB വത്സലകുമാരി എന്നിവരടങ്ങിയ 3-അംഗ സമിതിയെ സർക്കാർ നിയോഗിച്ചത്. സിനിമാ മേഖലയിൽ വനിതകൾ നേരിടേണ്ടി വരുന്ന തൊഴിൽ ചൂഷണങ്ങളും മറ്റ് സാഹചര്യങ്ങളും പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു ഹേമ കമ്മിറ്റി. 2017 രൂപീകരിച്ച കമ്മിറ്റിയുടെ ഇതുവരെയുള്ള ചെലവ് 1,06,50,500 രൂപയാണ്. യാത്രാ ചെലവുകൾക്കും ഹോട്ടലുകളിലെ താമസത്തിനും വേണ്ടിയാണ് ഇത്രയും ചെലവായത്. അപ്പോൾ 1,05,00,000 രൂപ ചിലവഴിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കമ്മീഷനെ വെച്ച് റിപ്പോർട്ട് സ്വീകരിക്കുകയും ചെയ്തിട്ട് പുറത്തുവിടാതിരുന്നതിനെക്കുറിച്ചുള്ള നിരവധി ഈ സിനിമാ മേഖലയിലുള്ള പ്രവർത്തകർ ഇത് പുറത്തുവിടാനുള്ള ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തികളുടെ വിവരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രസിദ്ധീകരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ച പണത്തിൻ്റെ തുകയും കൂടി ഇപ്പോൾ പുറത്തു വന്നപ്പോൾ ഇത്രയും വലിയ തുക ഈ ഒരു കമ്മീഷൻ പ്രവർത്തിക്കാനായും ചിലവഴിച്ചതിൻ്റെ വിവിധ മേഖലകളിൽ ഇനം തിരിച്ചുള്ള ചില കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 1 കോടിക്ക് മുകളിൽ പണം ചെലവാക്കി സർക്കാർ കമ്മീഷനെ നിയോഗിച്ചുവെങ്കിലും ഇതുവരെയും റിപ്പോർട്ട് പുറത്തുവിടാനോ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിലെ കാര്യങ്ങൾ നടപ്പാക്കാനോ സർക്കാർ ഒരു നീക്കവും സ്വീകരിച്ചിട്ടില്ല. ഒടുവിൽ കഴിഞ്ഞ ദിവസം സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A ഹക്കീം ഈ ഉത്തരവ് പുറത്തുവിടണമെന്ന നിർദ്ദേശം നൽകുകയായിരുന്നു. വിവരാവകാശ നിയമപ്രകാരം വിലക്കുള്ളവ ഒഴികെ ഒന്നും മറച്ചുവെക്കരുതെന്നും വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കരുതെന്നും വിവരാവകാശ കമ്മീഷണർ നൽകിയ നിർദ്ദേശത്തിലുണ്ട്. 4.5 വർഷം കോൾഡ് സ്റ്റോറേജിലിരുന്ന ശേഷമാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടാൻ ഉത്തരവായിരിക്കുന്നത്. ന്യൂസ് മലയാളം, കൊച്ചി.